അച്ഛനും അമ്മയും കൊണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ്, ഞങ്ങൾ അങ്ങനെയാണ് പറയുക, മുത്തപ്പൻകാവിലേക്ക് പോവാണ്. മെമു ട്രെയിനാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ട്രെയിനിൽ കയറി എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ മെമു ട്രെയിൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരു മെട്രോ മോഡലാണ്, നല്ല രസമുണ്ട്. അപ്പം അമ്മ സീറ്റിലിരുന്നു, എനിക്ക് സീറ്റ് കിട്ടിയിട്ട് ഇരിക്കാതിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അച്ഛൻ തന്നെ കയറി വരുന്നത് നല്ല ഉറക്ക്. അങ്ങനെ കണ്ണൂർ സ്റ്റേഷനിലെത്തി. ഇനി അവിടെ നിന്ന് നേരെ ഞങ്ങൾ ബസ്സിന് പോകണം കേട്ടോ. നേരെ മുത്തപ്പൻകാവിലേക്ക് തന്നെ ബസ് സ്ട്രെയിറ്റ് ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ ഇറങ്ങും. ബസ് വന്ന് വിൻഡോ സീറ്റ് ഇഷ്ടപ്പെടുന്ന 2 ആൾക്കാരായിരുന്നു. ഞങ്ങൾ കണ്ടെങ്കിൽ വിൻഡോ സീറ്റിന് വേണ്ടി അടി ഉണ്ടായപ്പോൾ ഞങ്ങൾ രണ്ട് സീറ്റിലായിരിക്കും. പിന്നെ കുറച്ച് വീഡിയോസ്, എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് കുറച്ച് ഇറക്കം പോലെ കേട്ടോ, താഴെയാണ് അമ്പലം വരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി, അവിടെ ഇറങ്ങി അവിടെ നടന്ന് വഴിക്ക് മുല്ലപ്പൂ മേടിച്ച്. ഇതാണ് കേട്ടോ, കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട്. അച്ഛൻ മുമ്പിലേക്ക് നടക്കുന്നത്. ഇതാണ് എൻട്രി വരുന്നത്, മലപ്പുറ ശ്രീ മുത്തപ്പൻ കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രി വരുന്നത്. അപ്പം ഞാൻ കുറച്ച് അവിടെയുള്ള എൻട്രി മ്യൂസിയം കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അത്ര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് കേട്ടോ ചോറൂണ് നടക്കുന്ന സ്ഥലം. അതാണ് ആ കാണുന്ന കുഞ്ഞി കുടിൽ പോലെ സ്ഥലത്താണ് ചോറൂണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പം അമ്മ അതാണ് ക്യൂ നിൽക്കണേ. ഇതാണ് പ്രസാദം കൊടുക്കുന്ന സ്ഥലം. പ്രസാദം ഞാനിപ്പം കയറുന്നില്ല, നടയിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് പ്രസാദം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അച്ഛൻ എന്താ നടയിലേക്ക് നടക്കുകയാണ്. നേരെ മുമ്പ് തന്നെ ഒരു പുഴ വരുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെയായിട്ട് പുഴയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുഴയിൽ കയറി കാല് കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കിടക്കുക. അപ്പം സൈഡിൽ തന്നെയായിട്ട് കുറച്ച് പുസ്തകങ്ങളും ഈ അമ്പലത്തിൻ്റെ കുറേ ഐതിഹ്യം കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ കാല് കഴുകാൻ വേണ്ടി പോവുകയാണ്. കാലം നനയ്ക്കുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്തൊരു ഫീലുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു പോയവർക്കറിയാം, നല്ലൊരു ഫീലാണ്. ആ അമ്പലത്തിന് ഫ്രണ്ടിൽ തന്നെ ആ പുഴയും കഴുകി പോയി നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നതും ആ ഒരു എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്, കൂടുതൽ കഥകൾ എനിക്കറിയില്ല. അപ്പം ഇതാണ് കാല് കഴുകി നല്ലൊരു തണുപ്പും കാര്യങ്ങളായിട്ട് നമ്മൾ നല്ലൊരു സമാധാനത്തോടെയാണ് നമ്മൾ അമ്പലത്തിനുള്ളിൽ കിടക്കുക കേട്ടോ. അങ്ങനെ കാലൊക്കെ കഴുകി ഞങ്ങളിതാ അമ്പലത്തിനുള്ളിൽ കയറാൻ പോകണം. അപ്പം ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല, എന്നാലും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു ഫോൺ അലൗഡ്, ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയപ്പോഴാണ് ഫോൺ അലൗഡ് അല്ല എന്ന് ആൾ പറഞ്ഞു. അപ്പം കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതൽ നമുക്ക് പട്ടികളെ കാണാം. ഏറ്റവും കൂടുതൽ പട്ടികളെ ഉള്ളിൽ കയറാൻ അലൗഡ് ചെയ്യുന്നൊരു അമ്പലമാണ് കേട്ടോ. കാരണം മുത്തപ്പൻ്റെ വാഹനമായിട്ടാണ് നമ്മൾ പട്ടി എന്ന അതിന് നമ്മൾ അവിടെ നിന്ന് ആരും പട്ടീനെ വേദനിപ്പിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെയാണ് കുറച്ച് പ്രസാദങ്ങളും കഴിച്ച് പിന്നെ ചോറിന് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. അപ്പം ഞങ്ങൾ ഭക്ഷണം എല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ ക്യൂ കാത്ത് അവിടെ ഇരുന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എഴുന്നേറ്റ് ക്യൂവിൻ്റെ പിറകിൽ ഓട്ടങ്ങളായി. പിന്നെ ക്യൂവിലേക്ക് ഓടി അവസാനം ക്യൂവിൻ്റെ ഏകദേശം എത്താനായിട്ട് ഫുഡ് കഴിക്കുന്നിടത്ത് അപ്പോൾ ഉണ്ട് പരിചയമുള്ളൊരാൾ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ ക്യൂ ആണ് കേട്ടോ. അപ്പം അച്ഛൻ നോക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെയും കത്തുക്കുക. അപ്പം ഉണ്ട് അവിടെ നിന്നൊരാൾ ക്യൂ പാലിക്ക് ആണുങ്ങൾ ഇപ്പുറ സൈഡ് നിൽക്കുന്നതാണ് അച്ഛൻ ഇപ്പുറത്തേക്ക് പറഞ്ഞത്. അവിടെ വെച്ചാൽ ലേഡീസിന് ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് ലേഡീസിന് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ജെൻസിന് കൊടുക്കുള്ളൂ കേട്ടോ. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ലേഡീസാണ് ഫസ്റ്റ്. അപ്പോൾ ലേഡീസിന് എല്ലാവരെയും ഉള്ളിൽ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ആണുങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യൂവിൽ നടന്ന് പോകുന്ന വഴിക്ക് നമുക്ക് അമ്പലം മൊത്തം കാണാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂവിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ കിട്ടിയതാണ് കേട്ടോ, അമ്പലത്തിൻ്റെ സൈഡ് ഭാഗവും ഫ്രണ്ടും. അപ്പോൾ ചോറ് വരുന്നുണ്ട്, ചോറും സാമ്പാറും മോരുകറിയാണ്. ഇദ്ദേഹം കഴിച്ചിട്ടില്ല, എനിക്ക് ഒന്നാമത് ചൂടൊക്കെ എടുത്ത് വിശക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി അമ്പലത്തിൽ നടയിൽ തന്നെ പോയിരുന്നു. കുറേ ആൾക്കാരൊക്കെ നമ്മൾ പരിചയമുള്ള ആൾക്കാരൊക്കെ കാണും. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറേ പേരൊക്കെ നോക്കി വായൊക്കെ നോക്കി ഞാനിങ്ങനെ നേരം പോക്കി. പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ സിംഗിൾ വീഡിയോസ് വെറുതെ എടുത്ത്, വേറെ പണിയൊന്നുമില്ലല്ലോ, അതിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഒരാൾ നല്ല ഉറക്ക്, നല്ല കാലൊക്കെ വെച്ച് കിടക്കണമൊക്കെ നമുക്ക് നല്ല രസമാണ് കേട്ടോ. പട്ടികൾ നമ്മൾ വളർത്തുന്ന പട്ടികളെ പോലും പെറ്റ്സിനെ പോലും കൊണ്ടുവരാം. കാരണം നേർച്ചയൊക്കെ ഉണ്ട്, അസുഖങ്ങളൊക്കെ ഉണ്ട്, നേർച്ചയൊക്കെ ആയിട്ട് കൊണ്ടുവരും കേട്ടോ. നമുക്കത് അലൗഡാണ്.